മലയാളികൾ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം തീർക്കുന്നത് പതിവ് കാഴ്ചയാണ്. എന്നാൽ വർഷം മുഴുവൻ പൂവിടുന്ന ഒരു കോവിലകമുണ്ട് കോഴിക്കോട് പുറമേരിയിൽ. റിപ്പോർട്ട് കാണാം. ഇന്ന് ചിത്തിരനാളാണ്. എല്ലാവരും അത്തപ്പൂക്കളൊക്കെ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ 10 ദിവസം പൂക്കൾ ഇടുന്നതിന് തന്നെ വലിയൊരു പ്രയാസം, അതായത് നാടൻ പൂക്കളൊക്കെ കിട്ടാത്തത് കാരണം വലിയ പ്രയാസത്തിലാവുകയും പല സ്ഥലങ്ങളിൽ നിന്നും പൂക്കൾ വാങ്ങി അത്തപ്പൂക്കൾ ഒരുക്കുന്നൊരു അവസ്ഥയൊക്കെയാണ്. എന്നാൽ വർഷത്തിൽ 365 ദിവസവും പൂക്കളം ഒരുക്കുന്ന ഒരു വീടുണ്ട് കോഴിക്കോട് നാദാപുരത്തിനടുത്ത് പുറമേരിയിൽ. അത് ആയഞ്ചേരി കോവിലകം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വത്സല തമ്പുരാട്ടിയാണ് വർഷത്തിൽ എല്ലാ ദിവസവും പൂക്കളം ഒരുക്കുന്നത്. ഇന്ന് നമുക്ക് കാണാം വത്സല തമ്പുരാട്ടിയുടെയും ഒപ്പം ആയഞ്ചേരി കോവിലകത്തിൻ്റെയും വിശേഷങ്ങൾ. കടത്തനാട് രാജവംശത്തിലെ തലമുറയിൽപ്പെട്ട ഇന്നത്തെ അവകാശികളാണ് ഉദയവർമ്മരാജയും വത്സല തമ്പുരാട്ടിയും. തൊടിയിൽ നിന്ന് ശേഖരിക്കുന്ന നാടൻ പൂക്കൾ മാത്രം ഉപയോഗിച്ചാണ് ഇവർ വർഷങ്ങളായി പൂക്കളം ഒരുക്കുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പൂക്കളം തീർത്ത ശേഷമാണ് ഇവരുടെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. തെച്ചിയും ചെമ്പരത്തിയും മന്ദാരവും വേലിയേരി പൂവുമെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിക്കും. ചില ദിവസം 10ഓളം ഇനങ്ങൾ കളത്തിൽ നിറയും. കലാകായിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തറവാട്ടുകാരാണ് ആയഞ്ചേരി കോവിലകത്തുകാർ. ചെറുപ്പം മുതലേ കഥകളിയും നൃത്തവും സംഗീതവുമെല്ലാം പഠിച്ചിട്ടുണ്ട് വത്സല തമ്പുരാട്ടി. പ്രദേശത്തെ ഒട്ടേറെ പേർ ഇവിടെ തിരുവാതിരയും നൃത്തവുമൊക്കെ പരിശീലിക്കാൻ എത്താറുമുണ്ട്. മക്കൾ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ചെന്നൈയിലുമൊക്കെ ജോലി നോക്കുകയാണ്. ഇവിടെ എല്ലാ ദിവസവും പൂക്കൾ ഒരുക്കാണ്. അപ്പോൾ എങ്ങനെയാണ് എല്ലാ ദിവസവും ഈ പൂക്കൾ ഒരുക്കുന്നതിലേക്ക് എത്തിയത്? എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉമാമഹേശ്വരി തമ്പുരാട്ടി നീലേശ്വരക്കാരിയാണ്. അവിടെ എങ്ങനെയാ വെച്ചാൽ തറവാടുകളിൽ വിളക്ക് വയ്ക്കുന്ന സ്ഥലത്തൊക്കെ പൂടും. അന്ന് മുതൽ അമ്മ തുടങ്ങിയ ശീലമാണ്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറി നിൽക്കുന്ന സമയത്തും ഇത് ഞങ്ങളുടെ അടുത്തൊരു സഹായി ഉണ്ട്, അപ്പുറത്തൊരു കോലായുണ്ട്, അവിടെ തുറക്കാൻ പാകത്തിൽ അവിടെ ഇടും. ഉദയവർമ്മ രാജയാണ് ഇപ്പോൾ തറവാട്ടിലുള്ളത്. അദ്ദേഹത്തോടും കൂടി നമുക്ക് ഈ കോവിലകത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം. അപ്പോൾ ഇത്തരം കോവിലകങ്ങളൊക്കെ ഇന്നിപ്പോൾ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോവുകയാണ്. അതിനെ പറ്റിയൊക്കെ എന്താ പറയാനുള്ളത്? ആയഞ്ചേരി കോവിലകം എന്നുള്ളത് പോർളാതിരി സ്വരൂപത്തിന്റെ ഭാഗമാണ്. ചെമ്പെഴുന്ന ഭാഗത്ത് വളർന്ന സ്ഥലമാണ്. ചെവഞ്ചേരി കുഞ്ഞാന്നേര് വളർന്ന സ്ഥലമാണ്. ടീച്ചർ എന്നുള്ള സ്ത്രീ ഇവിടെയാണ് വളർന്നത്. അങ്ങനെയുള്ള പല പല എൻട്രിപ്പോപ്പ് ആൻഡർ എന്ന് പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നടന്ന നമ്മുടെ വത്സല തമ്പുരാട്ടി ഒരു കലാതിലകം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പൂമാലയും ഗംഗാനീരം വമ്പൊത്ത പാമ്പും തുളസിപ്പൂവും. എല്ലാ ദിവസവും പൂവിടുന്നത് ഒരു ആചാരം എന്നതിലുപരി മനസ്സിന് നൽകുന്ന സന്തോഷത്തിന് തന്നെയാണ് ഇവർ പ്രാധാന്യം നൽകുന്നത്. കോഴിക്കോട് നിന്നും അനൂപ് കുമാറിനൊപ്പം ശരണ്യാനൂപ്.